ഹായ് ഗൈസ്. സോ ലാസ്റ്റ് വീഡിയോ വരെ നമ്മൾ അറേസിൽ ആഡ് ചെയ്യാനും പിന്നെ റിമൂവ് ചെയ്യാനും പിന്നെ സിംഗിൾ ഐറ്റം എടുത്ത് ആക്സസ് ചെയ്യാനും റേഞ്ചൊക്കെ എടുക്കാനുള്ളതൊക്കെ ഗോത്രൂ ചെയ്തു അല്ലേ. ഇനി അറേയിലൊരു സ്പെസിഫിക് വാല്യൂ ആണ് ഇൻഡെക്സ് എന്നുള്ളത്. സോ ബേസിക്കലി നമുക്കൊരു സ്പെസിഫിക് വാല്യൂ കിട്ടിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഇൻഡെക്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ കാരണം ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അറേ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കാം, ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം സ്പെസിഫിക് ഇൻഡെക്സിൻ്റെ വാല്യൂ എടുത്തിട്ട്, അല്ലെങ്കിൽ സ്പ്ലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ എനി ഓപ്പറേഷൻസ് ഈസിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇൻഡെക്സ് ഓഫ് എന്നുള്ളത് വാല്യൂ ഏത് ഇൻഡെക്സിലുണ്ടെന്ന് കണ്ടെത്താൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻഡെക്സ് ഓഫ് എന്നുള്ളത്. സോ നമുക്കിവിടെ നമ്മുടെ എക്സാമ്പിൾ ടെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടല്ലേ, കുറച്ചധികം വാല്യൂസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മളവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂസൊക്കെ ഞാൻ എടുത്തിട്ട് കൺസോൾ ലോഗ് ഇട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് കൺസോൾ ലോഗ് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, നമ്മളത് കാണിക്കുന്നുണ്ട്. ഇനി ബേസിക്കലി ഈ 1.5 എന്നുള്ള നമ്മുടെ വാല്യൂ ഉണ്ട്. ഇത് ഏത് ഇൻഡെക്സിലാണെന്ന് നമുക്ക് അറിയണം. പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കണം ഏത് ഇൻഡെക്സിലാണ് ഉള്ളതെന്നുള്ളത്. സോ ബേസിക്കലി അതിനെന്താ വെച്ചാൽ ടെക്സ്റ്റ് റിസൾട്ട് ഓക്കെ ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. എന്നിട്ട് ആ വാല്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് വാല്യൂ വേണ്ടത് വെച്ചാൽ ആ വാല്യൂ കൊടുക്കാം. അപ്പോൾ 0, 1, 2 നമുക്ക് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഔട്ട്പുട്ട് കിട്ടും. കാരണം 0, 1, 2ലാണ് ഈ വാല്യൂ ഉള്ളത്. കാരണം 0 ഇൻഡെക്സ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. ഇൻഡെക്സ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ബേസ്ഡ് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു. സോ ഈ 0 സ്റ്റാർട്ട് ചെയ്യും 0, 1, 2. അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഈ വാല്യൂ 1.5 2ലാണ്, ഈ അറേയിലെ 2ലാണ് കിട്ടുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 1.5 ഈസ് അറ്റ് ഇൻഡെക്സ് 2. ഓക്കെ, പിന്നെ ഇൻഡെക്സ് ഓഫിന് സെക്കൻഡ് ഓപ്ഷണൽ ആർഗ്യുമെൻറ്റും കൂടി ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 1.5, 2 എന്ന് പറഞ്ഞാൽ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, കാരണം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻഡെക്സ് 2 മുതൽ സെർച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. സോ രണ്ടാമത്തെ ഈ വാല്യൂ ഇൻഡെക്സ് 2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇൻഡെക്സ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്, സെർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ കൊടുത്തെന്ന് മാത്രം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ നമുക്ക് 2 തന്നെ കിട്ടും ആക്ച്വലി. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഒരു പെർട്ടിക്കുലർ വാല്യൂ ഒരു അറേയിൽ ഇത്രാമത്തെ നമ്പറിന് ശേഷമാണെന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യും. ഇൻഡെക്സ് ഓഫ് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ അറേയിൽ 2 പ്രാവശ്യം 1.5 ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെയും കൊടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് വാല്യൂ. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ അറേയിൽ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് 2 തവണയുണ്ട് ഇവിടെ 1.5 എന്നുള്ളത്. സെർച്ച് ചെയ്യുന്നത് 1.5 വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? 2 തന്നെയാണ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇൻഡെക്സ് ഓഫ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. സോ ഇൻഡെക്സ് ഓഫ് സ്റ്റോപ്പ് ചെയ്യും എപ്പോഴും ഫസ്റ്റ് മാച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ. ഇവിടെ ഫസ്റ്റ് മാച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെക്ക് ചെയ്യില്ല, അതവിടെ വിടും. അങ്ങനെ നമുക്ക് ഫസ്റ്റത്തെ ഇൻഡെക്സ് ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അത് ഫസ്റ്റത്തെ മാത്രം കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ മൾട്ടിപ്പിൾസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെയാണ് ഇൻഡെക്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. അതാണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി റൈറ്റ് സൈഡ് മുതലാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിന് മുകളിലെടുത്ത് സെർച്ച് ചെയ്യും. സോ 0, 1, 2, 3, 4, 5, 6 സിക്സ്ത് ഇൻഡെക്സിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ 6 കിട്ടാൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റിൽ നിന്നാണ് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ബേസിക്കലി എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒക്കറൻസ്. ഇപ്പോൾ ലാസ്റ്റ് ഈ സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഐറ്റം ലാസ്റ്റ് ഒക്കറൻസ് എവിടെയാണെന്ന് വെച്ചാൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ നമ്മുടെ കേസിൽ 6ആണ്, അതുകൊണ്ടാണ് നമുക്കിത് 6 തരുന്നത്. സോ ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് സെർച്ച് ചെയ്യും. ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് സെർച്ച് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ ബേസിക്കലി ഞാനൊരു വാല്യൂ സെർച്ച് ചെയ്യാം ഇവിടെ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇല്ലയെന്ന് വിചാരിക്കും. ഒരു നമ്പർ ഞാൻ കൊടുക്കുകയാണ്, അത് നമ്മുടെ ഈ അറേയിലില്ല. അപ്പോൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യാമെന്നറിയോ? സോ എററൊന്നും ത്രോ ചെയ്യില്ല. അത് ബേസിക്കലി റിട്ടേൺ ചെയ്യുന്നത് -1 ആണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം ഈ അറേയിലില്ല എന്നുണ്ടെങ്കിൽ -1 ആണ്. ഇത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് മാത്രമല്ല, ഇൻഡെക്സ് ഓഫിലും ഇത് തന്നെയാണ് വരിക, -1 തന്നെയാണ് വരിക. ഓക്കെ, സോ ഇൻഡെക്സ് ഓഫിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും റൺ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അവിടെ -1 തന്നെയാണ് വരിക. ഓക്കെ, സോ 2 കേസ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫിലും ഇതേ ഇഷ്യൂസ് ഇത് തന്നെയാണ് വരുന്നത്. മാച്ചിങ് ഇല്ല എന്നുണ്ടെങ്കിൽ -1 ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻഡെക്സ് ഓഫും ഈ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫും വർക്ക് പെർഫെക്റ്റ്ലി ഫോർ നമ്പേഴ്സ്, സ്ട്രിങ്സ്, ബൂളിയൻസ്. ഓക്കെ, പ്രിമിറ്റീവ് വാല്യൂവിന് മാത്രമേ ഈ 2 മെത്തേഡും ഇൻഡെക്സ് ഓഫും ലാസ്റ്റ് ഇൻഡെക്സ് ഓഫും വർക്ക് ആവുള്ളൂ. ബട്ട് ഒബ്ജക്റ്റിലൊരു പ്രോബ്ലം ഉണ്ട്, അത് വർക്ക് ആവില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എഴുതാണെങ്കിൽ നമുക്ക് കാണിക്കാം. എക്സാമ്പിളായിട്ട് കോൺസ്റ്റ്
പ്ലെയർ എന്ന് കൊടുക്കാം, ഈക്വൽ ടു അറേയാണ്. അറേയിൽ ഒരു ഒബ്ജക്റ്റ് ഇടുന്നുണ്ട്, നെയിം സച്ചിൻ ഞാൻ കൊടുത്തു. പിന്നെ നെയിമുണ്ട്, ദ്രാവിഡ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, സോ ബേസിക്കലി ഇനി ഈ പ്ലെയറിനെ ബേസിക്കലി നമുക്ക് കണ്ടെത്താം. എനിക്ക് സച്ചിൻ എന്നുള്ള പേരാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ പ്ലെയർ ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് നെയിം എനിക്ക് കിട്ടേണ്ടത് സച്ചിനാണ്. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ വരും. സോറി, എറർ അല്ല വരുന്നത്, എറർ വരാൻ പാടില്ല, എൻ്റെ സിൻറ്റാക്സ് എറർ ആയിരുന്നു. -1 വരിക ആക്ച്വലി. ഈ ഞാൻ എഴുതിയ സിൻറ്റാക്സ് എറർ ആയിപ്പോയതാണ്. സോ ബേസിക്കലി നമുക്കിത് കിട്ടുന്നത് -1 കാരണം എന്താ വെച്ചാൽ ഈ ഒബ്ജക്ട്സ് ആർ റെഫറൻസ് വാല്യൂസ്. ഓക്കെ, ഇവിടെ നമ്മൾ നെയിം സച്ചിൻ എന്നത് എഴുതിയിരിക്കുന്നില്ലേ, അത് ബ്രാൻഡ് ന്യൂ ഒബ്ജക്റ്റാണ്. അറേയിലുള്ള ഒബ്ജക്റ്റിനോട് ലുക്ക് സെയിം ആണെങ്കിലും മെമ്മറിയിലെ റെഫറൻസ് ഡിഫറെൻ്റ് ആണ്. മെമ്മറിയിലുള്ള റെഫറൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവൻ ഈ ഒബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ രണ്ടിനും 2 മെമ്മറിയാണ്. സോ അതിലുള്ള റെഫറൻസും ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇൻഡെക്സ് ഓഫ് കമ്പയർ ചെയ്യും റെഫറൻസ് വെച്ചിട്ട്, സ്ട്രക്ചർ വെച്ചല്ല റെഫറൻസ് വെച്ച് കമ്പയർ ചെയ്യുക, അപ്പോൾ മാച്ച് ആവില്ല. അതുകൊണ്ട് അവർ -1 റിട്ടേൺ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് -1 കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒബ്ജക്ട്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് ബേസിക്കലി ഇതുപോലത്തെ ഒബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ മെത്തേഡ്സ് ഉണ്ട്. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഇത് എങ്ങനെ ഒബ്ജക്ട്സ് ഒക്കെ എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.